ചിക്കാഗോവിൽ വളരെ വിചിത്രമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും ഭാര്യയും ചിക്കാഗോവിൽ വിമാനമിറങ്ങുന്നു. 50 കൊല്ലമായി. എനിക്ക് വയസ്സ് 97. അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിലെ ഏറ്റവും തിരക്ക് കൂടിയ എയർപോർട്ട് ചിക്കാഗോ ആണ് എന്നാണ്. എൻ്റെ കീശയിൽ ഒരു ഒറ്റ ഉറുപ്പിക പോലുമില്ല, $1 പോലുമില്ല. പുതിയ ഭാഷയിൽ പറഞ്ഞ ഒരു നയാ പൈസ പോലും ഇല്ലാതെയാണ് ഞാനും എൻ്റെ ഭാര്യയും ചിക്കാഗോയിൽ ഇറങ്ങുന്നത്. ഇതുപോലെ ആരും യാത്ര ചെയ്തിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് എനിക്ക് പോകേണ്ടത് ചിക്കാഗോ സിറ്റിയുടെ വെളിയിലാണ്. ഞാൻ വളരെ നേരം അവിടെ ഇരുന്നു. എനിക്ക് പരിചയമുള്ളവരെയൊക്കെ ഫോൺ ചെയ്തു. അമേരിക്കക്കാർ ജോലിയിൽ വളരെ താല്പര്യം, അവരവല്ല ജോലി ചെയ്യുന്നവർ. ആരും പകൽ സമയത്ത് വീട്ടിലില്ല, എല്ലാവരും ജോലിക്ക് പോയി. ഞാനിങ്ങനെ വിഷണ്ണനായി അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു സായിപ്പ് പോലീസുകാരൻ വന്ന് എന്താ പ്രശ്നം. ഞാൻ അയാളോട് പറഞ്ഞു, ഇതാണ് പ്രശ്നം, എനിക്ക് പോകേണ്ടത് ഇന്ന സ്ഥലത്ത് ചിക്കാഗോവിൻ്റെ തൊട്ട സിറ്റിക്ക് വെളിയിലാണ്. അയാൾ എന്നിട്ട് പറഞ്ഞു അതിനടുക്ക പൈസയില്ല എന്നും ഈ കോൺസ്റ്റബിളോട് ഞാൻ പറഞ്ഞു. അയാൾ പല ടാക്സി ഡ്രൈവർമാരെയും സമീപിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷമം വന്നിട്ടുണ്ട്. ആരും സ്വീകരിച്ചില്ല. ഒടുവിൽ ഒരു കറപ്പൻ ഡ്രൈവർ, വെരി വെൽ ഡ്രസ്ഡ്, അയാൾ എന്നെ കയറ്റി, എന്നെയും ഭാര്യയും. ഞങ്ങൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, അയാൾ എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന്. കുറച്ചു നേരം ആ ഡ്രൈവർ ഒന്നും പറയാതെ പിന്നെ പറഞ്ഞ വാചകം മരിക്കുന്നത് വരെ എൻ്റെ മനസ്സിൽ നിന്നുമായില്ല. ഇന്ത്യ, ഗാന്ധി. ഓ, ഇതാണ് അദ്ദേഹം, ഇന്ത്യ, ഗാന്ധി. അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ടാക്സി ഡ്രൈവർക്ക് വിഷമമൊന്നും സംഭവിച്ചതുമില്ല. ഇത്തരം അനുഭവങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. ഒരു കഥ പോലും ഞാൻ എഴുതാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. അത് പറയാനാണ് ഈ അനുഭവം പറഞ്ഞത്. ഒറ്റപ്പാലത്തും ഉണ്ടായിട്ടുണ്ട്, വെറും 4 ആണെങ്കിലും. പക്ഷെ എന്നിട്ട് യാതൊന്നും എഴുതിയിട്ടില്ല. എനിക്ക് ഇദ്ദേഹത്തോട് അസൂയ തോന്നുന്നു. ഉള്ള സത്യം പറയാമല്ലോ, അസൂയ തോന്നുന്നു. ചിക്കാഗോയിൽ നിന്ന് തുടങ്ങി ഒറ്റപ്പാലത്ത് നിന്ന് അവസാനിച്ചിട്ടുള്ള ഇത്. ശ്രീ പി കെ രാജശേഖരൻ നോവലുകൾ എഴുതിയ, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രശസ്തരായ ഭരണനായകരുടെ രാഷ്ട്രതന്ത്രജ്ഞന്മാർ ഒക്കെ കുറിച്ച് പറഞ്ഞു. ആർക്കും എഴുതാം, പ്രധാനമന്ത്രിമാർക്കും നരസിംഹറാവുവിനും എഴുതാം. അത് നല്ലതായിരിക്കുമോ എന്നതാണ് പ്രശ്നം. ആർക്കും സിനിമയെടുക്കാം, പക്ഷെ അത് നല്ലതായിരിക്കണ്ടേ, ആളുകൾ വായിക്കണ്ടേ, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അത് സഞ്ചരിക്കാൻ. അതാണ് പ്രശ്നം. ഏതായാലും ഈ നോവൽ നിയോഗം, അതിനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇതിൻ്റെ കർത്താവിന്. ഞാൻ എല്ലാവിധ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന
ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം ചെന്ന കോൺഗ്രസ്സുകാരനാണ് ഞാൻ എന്നെപ്പോഴും അഭിമാനിക്കുന്നത്. അങ്ങനെയുള്ള ആളാണ് പറയുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും ആസന്ന ഭാവിയിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.